എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മിസോറാമിലാണ്. മിസോറാമിലെ വഫായി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നിന്ന് നമ്മൾ പോകാൻ പോണത് എൻ്റെ പേര് ഞാൻ ഇടയ്ക്ക് മറന്നു. ഫർക്കോൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഇവിടെ നിന്ന് ഏകദേശം 15 to 20 കിലോമീറ്റർ എന്തോ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ താമസിച്ചത് ഇവിടെ ഒരു ആസാം റൈഫിളിലെ ക്യാമ്പിലാണ്. അതൊരു മലയാളി ഉണ്ടായിരുന്നു, ആളുടെ പേര് അഖിലിനാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, 2 ബ്രോ ഉണ്ടായിരുന്നു, വിഷ്ണു എന്ന് പറഞ്ഞാൽ, രണ്ടും വിഷ്ണു ആണ് കേട്ടോ. അപ്പോൾ അവരും ഇതേപോലെ ആസാം റൈഫിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് അവർ തന്ന കോൺടാക്റ്റാണ്. അപ്പോൾ നീ പോകുമ്പോൾ വിളിക്കണോട്ടാ എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നതാണ്. അങ്ങനെ അവർ തന്ന കോൺടാക്റ്റിൽ അവിടെ എത്തിയപ്പോൾ ഞാൻ വിളിച്ച് പുള്ളി രാത്രി വന്ന് എന്നെ പിക്ക് ചെയ്ത് നേരെ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി ഭക്ഷണവും കാര്യങ്ങളൊക്കെ തന്ന്. ശരിക്കും ഞാൻ ആളുടെ വീഡിയോ എടുക്കാനേ വരുന്ന കൂടെ ആൾക്ക് ഇങ്ങനെ വീഡിയോ ഫോട്ടോസൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേ ഞാൻ ഒരു വീഡിയോ പുള്ളി അറിയാണ്ട് ഒരു റീൽ ഇട്ടിട്ടാണ് കേട്ടോ. അപ്പോൾ പുള്ളി അത് കാണുകയാണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. കാരണം നമ്മൾ ജസ്റ്റ് ഒരു സന്തോഷം കൊണ്ട് എടുത്തതാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നമുക്ക് കുറേ സാധനങ്ങൾ മേടിച്ചു തന്നിട്ട് പാവം കണ്ടില്ലേ, ഈ കാണുന്ന ബിസ്ക്കറ്റ്, പിന്നെ കുറച്ച് സംഭവമുണ്ട് ഇതൊക്കെയല്ലേ, പിന്നെ ഈ സ്ട്രിങ്, പിന്നെ കുറച്ച് മാങ്ങ, പഴം, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ എനിക്ക് പുള്ളി തന്നു വിട്ടേണ്ട. പാവം ഞാൻ വേണ്ടെന്ന് പറഞ്ഞാൽ, പക്ഷേ പുള്ളി എനിക്ക് എല്ലാം തന്നു വിട്ടേട്ടാ. അങ്ങനെ പുള്ളീനോടൊക്കെ നന്ദി പറഞ്ഞ് ഞാൻ ഇറങ്ങി. പറ്റുമെങ്കിൽ തിരിച്ചു വന്നേക്ക് ഞാൻ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി. അപ്പോൾ ഇത് പോണ റൂട്ടിലാണ്ടാ. ഇവിടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്, 11സിൻ്റെ നോക്കി വമ്പൻ ഗ്രൗണ്ടാണ്. ഇവിടെയൊക്കെ അത്യാവശ്യം ആളുകൾ ഫുട്ബോളിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യണമെന്നാണ് കേട്ടത്. മിക്കയിടത്തും നല്ല ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ മേലൊരു വ്യൂ ഒക്കെ കാണുന്നില്ലേ. എനിക്ക് തോന്നുന്നുണ്ട് നമുക്ക് ഇനി അങ്ങാടേക്കാണ് കയറാനുള്ളതെന്ന് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു സ്ഥലം പോകാനുണ്ട്. ഇതാണ്ട വഫായി എന്ന് പറഞ്ഞൊരു ഗ്രാമമാണിത്. അത്യാവശ്യം വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാണാണ്ട വഫായി എന്ന് പറയുന്ന ഗ്രാമം. നമ്മളിപ്പോൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി അത്യാവശ്യം വലിയ ഗ്രാമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ പോണത് ഇവിടെ ഒരു സ്ഥലമുണ്ട്. എത്ര ദൂരം ഉണ്ടെന്ന് എനിക്കറിയില്ല. നമ്മളെന്തായാലും അങ്ങാടേക്കാണ് പോകുന്നത്. ആ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ അവിടെ എത്തിയിട്ടാണ് പറയണത്. ശരിക്കും അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. നമ്മളോട് ഇവിടെയുള്ള ഒരാൾ പറഞ്ഞു തന്നതാണ് കേട്ടോ. അപ്പോൾ ശരിക്കും ഇവിടെ നിന്നൊരു ബോർഡർ ഉണ്ടെന്നാണ് പറഞ്ഞത്, മ്യാൻമർ. പക്ഷേ അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല എന്നാണ് കേട്ടത്. മാക്സിമം നമുക്ക് ശ്രമിക്കാം. അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥയും കാര്യങ്ങളൊക്കെയാണ്. കിളിയുടെ സൗണ്ടും ചീവീടിൻ്റെ സൗണ്ടൊക്കെ എങ്ങനെ കേട്ട് നമ്മൾ ഇതിലൂടെ സഞ്ചരിക്കാം കേട്ടോ. ഇതിലൊക്കെ സൈക്കിളിനൊക്കെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ ഇവിടെ പലരോടും ചോദിച്ചു, അങ്ങനെ ആരും വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. കാരണം ഒന്ന് അറിയാൻ വേണ്ടിയാണ്, അല്ലാണ്ട് നമ്മൾ വന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിന് വേണ്ടിയല്ല കേട്ടോ. നിങ്ങൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസും നിങ്ങളുടെ ഒരു അനുഭവം നമ്മുടെ കമൻറ്റിലൂടെ രൂപപ്പെടുത്തി കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഉപകാരപ്പെടും. എനിക്കാണെങ്കിലും നമുക്കൊരു സന്തോഷിക്കാമല്ല, ഇന്നപോലെ ഒരാൾ വന്നിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ എന്തായാലും പയ്യെ പോകാൻ, വലിയ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല, നല്ല പീസ്ഫുള്ളായിട്ടുള്ള റൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടില്ലേ, നല്ല കിടിലം വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമ്മൾ വന്ന വില്ലേജില്ല വഫായി, അതാണ് ആ കാണുന്നത്. ഈ റൂട്ടാണ് നമ്മളിങ്ങനെ കയറിയാണ് വന്നത്. അടിപൊളി വ്യൂവും കാര്യങ്ങളാണ്. എവിടെ നോക്കിയാലും വ്യൂ ആണ്. പക്ഷേ ഒരേപോലത്തെ വ്യൂ അല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഡിഫറെൻറ്റ് വ്യൂ ആണ്. അവിടേക്ക് എന്തോ ഗ്രാമങ്ങളൊക്കെ കാണുന്നുണ്ട്. ഗ്രാമങ്ങളല്ല, ചെറിയൊരു ടൗൺ പോലത്തെ ഒരു സിസ്റ്റമാണ് കാണുന്നത് കണ്ടിട്ട്. നമ്മളെ ഈ പോണ ഒരു കാഴ്ച ഉണ്ട് കേട്ടോ. എൻ്റെ ഉള്ളൊരു പന്നിക്കുട്ടനുണ്ട്, വമ്പം പന്നിയാണ് കേട്ടോ. ഭയങ്കര സൈസാണ്, നോക്കിയേ. ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റൂല. വലിയ ജിമിട്ടൻ പന്നിയാണ് കേട്ടോ. കാരണം ഇവിടെ ഒരു വീടുണ്ട്. എല്ലാ വീടുകളിലും ഇതുപോലെ പന്നീനെ കാര്യങ്ങൾ വളർത്തുന്നുണ്ട് കേട്ടോ. നല്ല വിലയാണ് പന്നിക്ക്, കണ്ടില്ലേ. വമ്പൻ പന്നിയാണ്. പെണ്ണാന്ന് തോന്നുന്നുണ്ടാ, പെണ്ണല്ല ആണാണ്. നമ്മളെ ഇപ്പോൾ ആ ഒരു ലൊക്കേഷൻ എത്താറായിട്ടാ. സ്ഥലത്തിൻ്റെ പേര് തസിമാനോ സെൻ നൊഹീന, അങ്ങനെ എന്തോ ഒരു പേരാണ്. ആ ഒരു പേര് എനിക്ക് കിട്ടില്ല, കാരണം ഇവിടുത്തെ ഒരു ലാംഗ്വേജാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലാണ് നമുക്ക് കയറേണ്ട. നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാ. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ജസ്റ്റ് ഇറക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്രേക്ക് ഭയങ്കര കുറവാണ്, ഒന്നില്ലേ, ഭയങ്കര കുറവ് കാര്യങ്ങളൊക്കെയാണ്. ബ്രേക്ക് പാഡ് മാറ്റാറായിട്ടുണ്ട് കേട്ടോ, ബ്രേക്ക് ഇല്ല. എന്തായാലും നമ്മളെ ഭയങ്കര അഡ്വഞ്ചറായിട്ടുള്ള യാത്രകളാണ് ഇപ്പോൾ. അതായത് ഇത് കുറച്ച് ഭയങ്കര ഉള്ളിലായിട്ടുള്ള വില്ലേജുകളാണ്. അതായത് നമ്മൾ ഈ മ്യാൻമർ ബോർഡറിൻ്റെ തൊട്ടടുത്താണ് എനിക്ക് തോന്നുന്നത്. ആ കാണുന്ന മലയിൽ അവിടെ ഒരു വില്ലേജ് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. അവിടെ ഒരു ഇതില്ലേ, അതിൻ്റെ അപ്പുറത്തെ മലയിൽ, അതിൻ്റെ അപ്പുറത്തെ മ്യാൻമറാണ്. അപ്പോൾ നമ്മളെന്തായാലും അങ്ങോട്ട് പോകാനൊരു പ്ലാൻ ഉണ്ട്. എന്തായാലും ഇൻഷാ അല്ലാഹ് നോക്കാം. ആദ്യം ഇവിടെ നമ്മളൊന്ന് കയറാട്ടാ. വഴിയൊക്കെ തെറ്റിയെന്നാണ് കേട്ടോ തോന്നുന്നത്. എൻ്റെ പൊന്നിത് നോക്കിയേ, ഞാൻ മാപ്പ് കാണിക്കുക ഏറ്റവും പുറകിലാണെങ്കിൽ, പക്ഷെ എങ്ങനെ കയറി പോകും മേലിലേക്ക്. ശരിക്കും വഴിയുണ്ടാകുന്ന ആരെയും കാണാൻ കിട്ടില്ല കേട്ടോ. അതാണ് ഏറ്റവും വലിയത്. എന്തായാലും കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം. നമ്മൾ നല്ലോണം പുറകിലാണ് കേട്ടോ മാപ്പ് എൻഡ് ആയത്. പക്ഷേ മാപ്പ് നോക്കി വന്നിട്ട് നമ്മൾ പെട്ടെന്നാണ് തോന്നണത്.
കണ്ടില്ല, മണ്ണിടിഞ്ഞ് വീണതാണ് ഈ കാണുന്നത്. അവിടുന്ന് മേളിൽ നിന്ന് ഇങ്ങനെ ആ ഒരു ഭാഗം മൊത്തമായിട്ട് ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് വീണതാണ്. പക്ഷെ എൻ്റെ പൊന്നോ, ഞാൻ ആലോചിച്ചേ ആരെങ്കിലും വരട്ടെ വഴി, എന്നിട്ട് ചോദിച്ചിട്ട് പോവാട്ടാ. ശരിക്കും അതാണ് ടോപ്പട്ടാ. അതാണോ അതിൻ്റെ അപ്പുറത്താണോ എന്നറിയില്ല. നമുക്ക് എന്തായാലും അങ്ങോട്ട് കയറണം. പക്ഷേ ഈ റൂട്ടിൽ ഇത്ര നേരമായിട്ട് ആരെയും കാണല്ല. ഞാനിവിടെ വെയിറ്റ് ചെയ്യണേ കേട്ടാ. അപ്പോൾ എന്തായാലും നല്ല വിശപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം ഉച്ച കേട്ടാ. നമ്മുടെ ഈ ബിസ്ക്കറ്റ് ഇരിപ്പുണ്ട്, നമ്മുടെ ബ്രോ മേടിച്ചെന്ന ബിസ്ക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും തൽക്കാലം കഴിക്കാം. നല്ല അടിപൊളി ബിസ്ക്കറ്റാണ് കേട്ടോ. എന്താണ് മൽക്കിസ്റ്റ് ചീസി ഫ്ലേവേഡ്. അത് തന്നെ അടിപൊളി സാധനം കേട്ടത്, ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് കഴിക്കാം. എന്നിട്ട് ആരെങ്കിലും വന്നെയാണെങ്കിൽ അവരോട് ചോദിച്ചിട്ട് നമുക്ക് പോകാം. അതായിരിക്കും ഏറ്റവും ബെറ്റർ. അങ്ങനെ ഈ പോണ പുള്ളിയാണ്ട പറഞ്ഞാൽ നമ്മൾ തിരിച്ച് റിട്ടേൺ പോകണം. അതായത് വന്ന വഴിയില്ലേ തിരിച്ച് പോകണം. എത്ര നേരം എന്ന് പറയുമ്പോൾ ഒരാളെ വെയിറ്റ് ചെയ്തിരിക്കണം. എനിക്ക് തോന്നണം മിക്കവാറും ഇപ്പോൾ ഒരു മഴ പെയ്യും. അതിനു മുമ്പ് നമുക്കൊന്ന് മേലെ കയറി ആ വ്യൂ കാണണം. വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന വ്യൂ ഇല്ലേ, നമ്മൾ ആ കാണുന്ന വ്യൂ തന്നെ കേട്ടോ. പക്ഷേ അത് കുറച്ചും കൂടി ടോപ്പിൽ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ നമ്മളെന്തായാലും തിരിച്ചങ്ങാടേക്ക് പോകണേ. ഇത്ര നേരം വെയിറ്റ് ചെയ്തിട്ട് ഒരു വണ്ടിയാണ് കേട്ടോ വന്നത്. അവിടെ ഒരു വില്ലേജ് ഉണ്ട്, പക്ഷെ അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. അതാണ് നമ്മൾ അങ്ങോട്ട് പോകാനത്. അപ്പോൾ എന്തായാലും നമ്മൾ റിട്ടേൺ തിരിച്ച് മേലിലേക്ക് കയറണേണ്. എന്തായാലും പയ്യെ പോവാട്ടോ. എൻ്റെ മോനെ വ്യൂ മാറിയൊക്കെ നോക്കിയേ. ഇവിടെയൊക്കെ കോട വന്നിട്ടാ. ആ ഒരു സൈഡിലൊക്കെ മഴ പെയ്യണുണ്ട്. കണ്ടില്ലേ മഴ പെയ്യണ്ടട്ടാ. മഴ പെയ്യണ്ട് നോക്കിയേ. മഴ വന്നെ നോക്കിയേ. ഞാൻ ഇവിടെ എത്തിയേട്ടാ. മഴ എത്തി പയ്യെ എത്താണ്ട് കേട്ടാ. നല്ല രീതിയിൽ മഴ പെയ്യണ്ട്. നേരെ മറിച്ച് നിങ്ങൾ ആ ഒരു മലയിലേക്ക് നോക്കിയോട്ടാ. കണ്ടില്ലേ വെയിൽ കാണല്ലോ അവിടെ. ഇത്രയും ഭാഗത്ത് മഴയുണ്ട്. നമ്മുടെ ഇങ്ങാട് ഇതുവരെ മഴ പെയ്തിട്ടില്ല കേട്ടാ. മഴയുടെ സൗണ്ട് കേൾക്കാമെന്ന് എനിക്ക് തോന്നാണ്. അവിടെയൊക്കെ നല്ല മുട്ടൻ മഴയുണ്ടാ. അതാണ് ആ ഒരു കാലാവസ്ഥ അങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ എൻ്റെ മോനെ സീനാണ് കേട്ടാ. താങ്ക് യു. അപ്പം നമ്മൾ ഈ റൂട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ഇതാണ് ലൊക്കേഷൻ. അപ്പോൾ ഇവരാണ് നമ്മളെ വഴി കാണിച്ചു കേട്ടോ. ഓക്കെ ഭയ്യ, താങ്ക് യു കപ്പു. അത്യാവശ്യം കോടയും കാര്യങ്ങളും വന്നിട്ടുണ്ട്. എൻ്റെ മോനെ വ്യൂവിൻ്റെ കാര്യത്തിന് സമാധാനം വേട്ടാ. വ്യൂ ഇനി കിട്ടൂല. എന്തായാലും ഓക്കെ, പയ്യെ റെസ്റ്റ് എടുക്കാം. ഫുള്ള് കൊതുകാണ് കേട്ടോ വന്നേക്കണം. പയ്യെ റെസ്റ്റ് എടുക്കാം. നല്ല രീതിക്ക് കയറിയാണ്ട് വന്നു. ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് തന്നെ വലിയ കാര്യം. പിന്നെ ഇപ്പോൾ ഇവിടുന്ന് ഈ കോട ഒന്ന് പയ്യെ പോട്ടെ, എന്നിട്ട് കയറാം. അല്ലെങ്കിൽ വ്യൂ കിട്ടൂല. അതാണ് എൻ്റെ മോനെ കാലാവസ്ഥ നോക്കിയേ. ഫുള്ള് കോടയുണ്ടാ. ഈ കൊതുകാട്ടെ, ഒടുക്കാത്ത കൊതുകാണ് ഇവിടെ അല്ലേ. എൻ്റെ ഫുള്ളും ചുറ്റും കാണാട്ടാ. വാ തുറന്നു കഴിഞ്ഞാൽ വാതിൻ്റെ ഉള്ളിലേക്ക് പോകും. അതാണ് അവസ്ഥ. കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. എന്തായാലും ഓക്കെ പയ്യെ മുന്നോട്ട് പോകാട്ടോ. കാരണം ഈ കോട പോവാണ്ട് ഒരു രക്ഷയില്ല. കാരണം കോട പോയിക്കാനല്ല വ്യൂ കിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ ഒരു മഴ ഞാൻ പറഞ്ഞില്ല, ആ മഴ കാരണമാണ് ഇത്രയും കോട വന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇത്രയും കോട ഉണ്ടാവില്ല. മക്കളെ നമ്മളങ്ങനെ ലൊക്കേഷനിലെത്തി. ഇതാണ് കേട്ടോ ലൊക്കേഷൻ. ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകണം. കണ്ടില്ലേ, ആ ഒരു സ്ഥലത്തേക്ക് പോകണം കേട്ടോ. ഇപ്പം അത്യാവശ്യം വ്യൂ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കോടയൊക്കെ പോകുന്നുണ്ട്. പിന്നെ അതുപോലെ ഇടിവെട്ടടക്കണ്ട കേട്ടോ നല്ല രീതിയിൽ. നമുക്ക് എന്തായാലും അങ്ങാടേക്ക് പോവാം. നല്ല തണുപ്പുണ്ട് കേട്ടോ. കാലാവസ്ഥ കുഴപ്പമില്ല. പക്ഷെ മഴ പെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് പോണ റൂട്ടൊക്കെ ഭയങ്കര പണിയായിരിക്കും. ലാൻഡ് സ്ലൈഡ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. കാരണം പോണ റൂട്ട് ഭയങ്കര ഡേഞ്ചർ റൂട്ടാണ് കേട്ടോ. എപ്പോൾ വേണമെങ്കിലും ലാൻഡ് സ്ലൈഡ് സംഭവിക്കാം. ചിലപ്പോൾ ഈ നിൽക്കണ ഇതില്ലേ ഇതുവരെ ഇടിഞ്ഞ് വീഴാം. കാരണം അമ്മാതിരി സ്ഥലങ്ങൾ കാര്യങ്ങളാണ് ഇവിടെ. ഈ ഒരു മിസോറാം യാത്രയൊക്കെ വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, അതായത് ഇതേപോലെയുള്ള യാത്രകളൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലുണ്ടല്ലോ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അടിപൊളിയായിട്ട് അറിയാൻ പറ്റും കേട്ടോ. നമ്മൾ വന്വയ്ക്ക് ഒരുപാട് കണ്ടതാണ്. ഇത് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ അവിടെ നിന്ന് അങ്ങാട് കയറണം. നമുക്ക് എന്തായാലും കയറാം കേട്ടോ. പയ്യെ കയറാം. അടിപൊളി കാലാവസ്ഥയല്ലേ. എന്താ വെടി പൊട്ടണ സൗണ്ട് കേൾക്കണ്ടല്ലോ. ഇതുപോലെ ഫയറിങ് ആണോ? എനിക്കൊന്ന് കാണതാണ് കേട്ടോ ഫർക്കോൺ എന്ന് പറഞ്ഞ വില്ലേജ്. നമുക്ക് അങ്ങാടേക്കാണ് പോകാനുള്ളത്. സെറ്റാണ് കേട്ടോ. കോടി ഇങ്ങനെ വന്നിട്ടിരിക്കുന്നതാണ്. എനിക്ക് എന്തായാലും അങ്ങാടേക്ക് കയറാം. ഈ കൊതുക് ഭയങ്കരമുണ്ട് ഇവിടെ. നമ്മുടെ ഷൂ ഉണ്ട് കേട്ടോ, കാരണം സെറ്റാണ്. ചെരുപ്പാണെങ്കിൽ തെന്നി പോവും. അടിയിലൊക്കെ ചെറിയ ചെറിയ വീടുകൾ കാണാമല്ലേ നിങ്ങൾ. ഇത് ശരിക്കും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞില്ലേ, ആളുകൾ കൃഷി ചെയ്യണ സ്ഥലം കേട്ടോ. അവിടെയൊക്കെ ആളുകളുണ്ട്. പക്ഷേ
അവരുടെ വില്ലേജ് എനിക്ക് തോന്നണം ഒന്നല്ലെങ്കിൽ ഫർക്കോൺ ആയിരിക്കും അല്ലെങ്കിൽ വഫായി ആയിരിക്കും കേട്ടോ. കാരണം ഇവരെങ്ങനെ വന്നത് തന്നെ ഒന്ന് ആലോചിക്കണം. എന്തെങ്കിലും വഴി ഉണ്ടാവും, പക്ഷേ ഇതൊരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ഉണ്ടോ വഴിയും കാര്യങ്ങളൊക്കെ വന്നത്. കണ്ടില്ല ഇവിടെ എവിടെയൊക്കെ ആയിട്ട് വീടുണ്ട്. സമ്മതിക്കണം കേട്ടോ. ഇവിടെ പിന്നെ പച്ചക്കറിക്കൊക്കെ വില കൂടുതലാണെന്നാണ് ഞാൻ കേട്ടത്. ഒന്നാമത്തെ കേസ് ഇവിടെ നിന്ന് കൃഷിയുണ്ട്, രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസാമിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ കൂടുതലും വന്നത് നമ്മുടെ മ്യാൻമറിൽ നിന്നാണ്. മ്യാൻമറിൽ നിന്ന് ഒരുപാട് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട് മ്യാൻമറിൽ നിന്ന്, പച്ചക്കറി, പിന്നെ അതുപോലെ തന്നെ അതേപോലെ സ്നാക്സ് ഐറ്റംസ്, കൂൾ ഡ്രിങ്ക്സ്, പിന്നെ പച്ചക്കറി കൂടുതലുണ്ട്, റേഷൻ സാധനങ്ങളെല്ലാം വരുന്നുണ്ട് അവിടെ നിന്ന്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് ഓയിലൊക്കെ പോകണമെന്ന് പറഞ്ഞു, പക്ഷേ വേറെ റൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ അവർ ഓടിക്കണ ബൈക്കിൽ അതും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോഴും വന്നിട്ടുണ്ടെന്നാണ് കേട്ടത്. ആ ഒരു ഗേറ്റ് അടച്ചിട്ടേക്കണേ, പക്ഷേ വേറെയും ബോർഡറൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ഇനി പോകാൻ പോകണ ഫർക്കോണില്ലേ, അവിടെ നിന്ന് വേറെ റൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് മ്യാൻമർ കയറാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ നടന്ന് കയറാം, പക്ഷേ അവിടെ മിക്കവാറും എനിക്ക് തോന്നുന്നത് പട്ടാളക്കാരുണ്ടാവും തോന്നണ്ട. ഇവിടെ നിന്ന് ഇപ്പോൾ ടൂറിസ്റ്റുകൾ വന്നില്ല എന്ന് തോന്നണ്ട, കുറവാണ് എനിക്ക് തോന്നുന്നത്. സീസൺ അല്ലാത്ത ടൈമാണെന്ന് തോന്നുന്നത്. പക്ഷേ മിസോറാമിലേക്കൊക്കെ ടൂറിസ്റ്റുകൾ വന്നത് ഞാൻ വളരെ ചുരുക്കമാണ് കണ്ടേക്കുന്നത്. അധികം ആൾക്കാരൊന്നും വന്നില്ല കേട്ടോ മിസോറാമിലേക്കൊന്നും. ഒന്നല്ലെങ്കിൽ എൻ്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആൾക്കാർ വരാത്തത് കൊണ്ടായിരിക്കാം, അറിയില്ല. ഞാൻ ഇതുവരെ കണ്ടില്ല കേട്ടോ, അങ്ങനെ ടൂറിസ്റ്റുകളായിട്ട് അങ്ങനെ കണ്ടില്ല. ശരിക്കും നമ്മുടെ നാട്ടിൽ നിന്നൊന്നും അങ്ങനെ വരൽ കുറവാണ്. പിന്നെ ഇടയ്ക്ക് റൈഡേഴ്സൊക്കെ വരും. പിന്നെ അതുപോലെ തന്നെ അടുത്തുള്ള സ്റ്റേറ്റുകളൊക്കെ ഉണ്ടാവില്ലേ, ഇപ്പോൾ ആസാം, മണിപ്പൂർ, അതുപോലെ ത്രിപുര, ആ ഒരു ഏരിയ എന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. അവർ ഈ ബിസിനസ്സും അങ്ങനെ ചെറിയ ചെറിയ ടൂർ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. അല്ലാണ്ട് ലോകമൊക്കെ വന്നത് വളരെ ചുരുക്കം ഞാൻ കണ്ടേക്കണേ കേട്ടോ. നമ്മൾ ഇതിൻ്റെ മേളിൽ കയറിയിട്ടില്ല. അപ്പോൾ ഇത് വന്ന വഴിക്ക് വേറൊരു വ്യൂ കിട്ടിയിട്ടാ, അപ്പോൾ അത് കാണാൻ വേണ്ടി കയറിയതാണ്. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ വീടുകൾ കാര്യങ്ങളുണ്ട്. ശരിയാണ്, ഇവിടെ ഒരു വില്ലേജ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് വഫായി ആണ് തോന്നുന്നുണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ വന്നത് വഫായി എന്നാണ്. ഇവിടെ നിന്ന് വഫായി നിന്ന് ഏകദേശം 3 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് വഫായി ആണ്. കണ്ടില്ലേ, ഇവിടെ ഒരു വില്ലേജ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ ആൾക്കാരാണ്, വഫായിലെ ആൾക്കാരുടെ കൃഷിയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇവിടെ നിന്ന് ശരിയാ ഇവിടെ ഒരു വഴിയുണ്ട് കേട്ടോ. ഇത് നോക്കി, ഇവിടെ ഒരു വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു വഴി കൂടെ ഉണ്ടോ വണ്ടിയും കാര്യങ്ങളൊക്കെ പോകും. നമുക്ക് അടിയിൽ കൂടെയൊക്കെ വണ്ടി പോണ റൂട്ട് കാണാൻ പറ്റും കേട്ടോ. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. ഇതിൽ ക്ലാരിറ്റി കുറച്ച് കുറവാണ്. കണ്ടില്ലേ, ഇതൊക്കെ വഴിയാണ് കേട്ടോ. അങ്ങോട്ടേക്കൊക്കെ വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും ഇവരുടെ എല്ലാവരുടെയിലും ഞാൻ പറഞ്ഞ ആ വണ്ടിയില്ലേ, ആ വണ്ടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ആ ഒരു വണ്ടിക്കാണ് ഇവർ വന്നത്. പിള്ളേരൊക്കെ ഓടിക്കാൻ കേട്ടോ. പിള്ളേരൊക്കെ നല്ല രീതിയിൽ വണ്ടി ഓടിക്കാനുണ്ട്. പിന്നെ എല്ലാ പിള്ളേരും സ്മോക്ക് ചെയ്യുന്നുണ്ട്. ആണുങ്ങളായിക്കോട്ടെ പെൺപിള്ളേരായിക്കോട്ടെ എല്ലാവരുടെയും വായിൽ സിഗരറ്റ് ഉണ്ടാവും കേട്ടോ. അത് ഇവിടുത്തെ ഒരു മെയിൻ ഇതാണ്, സിഗരറ്റും പിന്നെ ഇതും ഈ എന്താണ് വെറ്റിലയെ മുറുക്കാനൊക്കെ, അത് മെയിനായിട്ട് പറഞ്ഞാൽ പോണ റൂട്ടാണ്ടാ. ശരി വിട്ടു വന്ന് അതിനകത്ത് തെന്നും കേട്ടോ, നല്ല രീതിയിൽ തെന്നും. അഡ്ജസ്റ്റ്മെൻറ്റിലാണ്ട് കയറി പോണത്. ഇതിലിങ്ങനെ പിടിച്ചോണോട്ടെ കയറാൻ. അതല്ലേ മേലിൽ കയറിയിട്ട് കാണിച്ചു തരാം. ഒറ്റയ്ക്കുള്ള അഡ്വഞ്ചറാണ് കേട്ടോ, കുറച്ച് റിസ്ക്കാണ്. ആ കാണതാണ് കേട്ടോ വഫായി എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടത്. എവിടെ പോയി കഴിഞ്ഞാലും മണ്ടത്തരങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് പറയണത് ശരിയാണ് കേട്ടോ. ഇത് നോക്കി, നമ്മൾ ഈ വഴി പെടച്ചാണ്ട് കയറിയാൻ, പക്ഷേ ഇവിടെ സ്റ്റെപ്പ് ഉണ്ട്, ഇങ്ങനെ കയറിയാൽ മതിയായിരുന്നു കേട്ടോ. മണ്ടത്തരം എവിടെ പോയി കഴിഞ്ഞാലും കാണിക്കാണ്ട്. എൻ്റെ പൊന്നേ, അതൊക്കെ അങ്ങനെ കയറിയാൽ മതിയായിരുന്നു. ഞാനെന്ത് മണ്ടനാണല്ലേ. അതിങ്ങനെ റൂട്ട് നമ്മൾ അടിയിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാവുന്ന, ഇങ്ങനെ വന്ന് ഇങ്ങനെ കയറി. പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങനെ എന്തോ വഴിയുണ്ടെന്ന് തോന്നണേ. ഇവിടെ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എടാ നമ്മളെന്ത് പരിപാടി കാണിച്ചത്. എനിക്ക് തോന്നുന്നുണ്ട് ഇത് 2 വഴി ഉണ്ടായിരുന്നു തോന്നുന്നു. കാരണം ഇത് അവിടെ നിന്നാണ് വന്നത്, നമ്മൾ ഇവിടെ നിന്നാണ് കേട്ടോ വന്നത്. ഇതെന്ത് പണ്ടാരോന്ന് അറിയില്ല കേട്ടോ. അതെനിക്ക് തോന്നണ അവിടെ നിന്ന് ഷോർട്ട് കട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ നോക്കാം, എന്തായാലും അടിയിലേക്കൊക്കെ ഇറങ്ങി നോക്കാം കേട്ടോ നമുക്ക്. പക്ഷേ നിങ്ങൾ ഈ ഒരു വ്യൂ നോക്കിയ മക്കളെ, അടിപൊളി വ്യൂ അല്ലേ, 360 വ്യൂ ആണ്. എന്ത് തണുപ്പാണെന്നറിയാമോ, മുട്ടൻ തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെയൊക്കെ ടെൻ്റ് അടിക്കണം കേട്ടോ, സെറ്റാണ്. രാവിലെ എണീച്ച് കഴിഞ്ഞാൽ വൈബ് സ്ഥലം കേട്ടോ. കിടിലനാണ്, കിടിലൻ. അടിയിലൊക്കെ ഒരു ചെറിയൊരു ഇത് വെള്ളക്കെട്ടൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. എനിക്ക് തോന്നുന്നത് കൃഷിക്ക് വേണ്ടി ആയിരിക്കും എന്ന് തോന്നണേ. വഫായി എന്ന് പറയുന്ന വില്ലേജ്. അപ്പോൾ ഇത് ഏത് വില്ലേജാണ്? ഇതിപ്പോൾ നമ്മൾ വന്നത് ഈ റൂട്ടല്ലല്ലോ. ഇത് ഏത് വില്ലേജാണെന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ മാപ്പിൽ. ഈ കാണത് ചോങ്ടു എന്ന് പറയുന്ന വില്ലേജാണ് കേട്ടോ.
ആ കാണത് ഫർക്കോൺ ആണ് കേട്ടോ. ആ കാണതാണ് ഫർക്കോൺ. ഇത് ചൊണ്ടോയി എന്ന് പറഞ്ഞ വില്ലേജാണ്. പിന്നെ ഈ കാണുന്നതാണ് നമ്മളെ വഫായി കേട്ടോ. നമ്മൾ വന്നത് അവിടെയാണ്. നമ്മൾ അതിൻ്റെ മേലിൽ എനിക്ക് തോന്നുന്നത് അവിടെ ഒരു ക്യാമ്പ് ഉണ്ടല്ലേ, അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ വന്നത്. ഇന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്തത് ആ മേലിൽ കാണുന്ന ക്യാമ്പിലാണ് കേട്ടോ. കാരണം എനിക്ക് പറയാൻ കാരണം അവിടെ ഒരു ടവർ ഞാൻ കണ്ടാണ് അതിൻ്റെ അടുത്ത് തന്നെ. അവിടെ നിന്നാണ് കാണുന്നത് കേട്ടോ. സെറ്റാണ്. അവിടെയൊക്കെ ഫുള്ള് വെയിലും കാര്യങ്ങളാണ് കേട്ടോ. ഇവിടെ കാലാവസ്ഥ നേരെ തിരിച്ചാണ്. കാലാവസ്ഥ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല തണുപ്പ് വരും, പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ വെയിലുണ്ടെങ്കിലും ആ ഒരു വെയിലൊക്കെ ഇപ്പം മാറും കേട്ടോ. നല്ല മഴ മിക്കവാറും വരാൻ ചാൻസ് ഉണ്ട്. കാലാവസ്ഥ കണ്ടിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവിടേക്ക് നോക്കി, അവിടെ എന്തായാലും മഴയുണ്ട് കേട്ടോ. എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് മഴ ഉണ്ടെന്നാണ്. ആ ഒരു തണുപ്പ് ഫീൽ ചെയ്യണ്ട കേട്ടോ നല്ല രീതിയിൽ. പക്ഷെ എൻ്റെ മോനെ എന്ത് കിടിലം വ്യൂ ആണ്. നിങ്ങൾ ഇവിടെയൊക്കെ വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഈ ഒരു യാത്രയൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതേപോലെയുള്ള സ്ഥലങ്ങൾ നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മളെ ബെസ്റ്റ് ടൈമിലാണ്ട് കയറിയ ഇത് നോക്കിയാൽ ഫുള്ള് കോടയാണ്. അവിടെയൊക്കെ ഫുള്ള് കോട വന്നിട്ടാ. കറക്റ്റ് ടൈമിൽ കയറിയട്ടാ. അല്ലെങ്കിൽ ഇപ്പം ഫുള്ള് കോടയും കാര്യങ്ങളും കിട്ടിയായിരുന്നു. ഇനിയിപ്പോൾ കോട മാറാൻ ടൈം എടുക്കും കേട്ടോ. അതാണ് കറക്റ്റ് ടൈം വേണ്ട. നല്ല കയറ്റമുണ്ട്, നല്ല രീതിക്ക് അതൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് നമ്മളീ പോണത് മ്യാൻമർ ബോർഡറിലേക്കാണ് പോകുന്നത്. ശരിക്കും ഈ ഒരു റൂട്ട് മ്യാൻമർ ബോർഡറിലേക്ക് വിടുവാന്ന് എനിക്ക് അറിയില്ല. പക്ഷേ നമ്മൾ പറ്റുവാന്ന് നോക്കണം. എത്രമാത്രം നമുക്ക് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ശരിക്കും ഫർക്കോണിൽ നമുക്ക് കാണാനായിട്ട് മെയിനായിട്ട് ഒന്നുമില്ല. പക്ഷേ നമ്മൾ ജസ്റ്റ് എന്തായാലും നമ്മൾ ഇത്രയും ദൂരം വന്നേലേ, അപ്പോൾ നമ്മളൊന്ന് എൻഡ് വരെ പോകാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും ഒരു അനുഭവം, നല്ല അനുഭവം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കിട്ടുക എന്നുള്ള ഒരു പ്രതീക്ഷത്തോടെയാണ് നമ്മൾ പോണത്. അല്ലാണ്ട് ശരിക്കും ഇതൊരു വില്ലേജ് മാത്രമേ ഉള്ളൂ. നമ്മൾ കണ്ട വില്ലേജുകൾ പോലത്തെ ഒരു വില്ലേജാണ് ഫർക്കോൺ. മഴ പൊടിയുണ്ട് കേട്ടോ ചെറിയ രീതിയിൽ. പിന്നെ അതുപോലെ കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടില്ലേ. ഒരു ആസാം റൈഫിൻ്റെ ഒരു ചെക്ക് പോസ്റ്റുള്ള ഒരു ബെഞ്ചാണ് ശരിക്കും ഇതെന്ന് പറയണത്. ഇവിടെ റോക്ക് ക്ലൈമ്പിങ് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ആസാം റൈഫിലൊരു ക്യാമ്പിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അപ്പോൾ അവരുടെ റോക്ക് ക്ലൈമ്പിങ് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അല്ലല്ലേ, ഈ ഒരു മലയിലാണ് റോക്ക് ക്ലൈമ്പിങ് ചെയ്യണത്. അപ്പോൾ നമ്മളവിടെ ഒരാളെ പരിചയപ്പെട്ടിട്ടാണ്. പുള്ളിയൊക്കെ ഇതിൻ്റെ എക്സ്പേർട്ടാണെന്നാണ് പറഞ്ഞത്. പുള്ളിയൊക്കെ ഇത് ഇവിടെ ചെയ്യാറുണ്ടെന്നാണ് പറഞ്ഞത്. കണ്ടില്ലേ, അവിടെ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കി എന്തോരം കാളക്കുട്ടന്മാരാ നിൽക്കണം നോക്കി. ചിമ്മിട്ട സാധനങ്ങളാണ് കേട്ടോ. ഇല്ല, ഒരു ഗ്യാങ് അടിച്ചിരിക്കണ കേട്ടോ. കാലാണ് പശുവാണിത്. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇഷ്ടംമാതിരി ഉണ്ട് കേട്ടോ ഇവിടെ. പക്ഷെ ഇതിൻ്റെ ഓണറെ കാണാനില്ല. ഇടയ്ക്ക് എന്തോ വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ ഒന്ന് മഴ പൊടിഞ്ഞ് അതിൻ്റെ ആയിട്ട് ഈ കോട ഇത്രയും കാണുന്നത് അല്ലേ. നല്ലൊരു മഴ പെയ്തട്ടാ എൻ്റെ മോനെ. ഒരു മഴയും കാര്യങ്ങളൊക്കെ പെയ്ത് അതുകൊണ്ട് നമ്മൾ കയറിയിരിക്കുന്നുണ്ട് അവിടെ. ഇതൊരു ബസ് സ്റ്റോപ്പല്ല, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ കയറിയിരുന്നില്ല, അതേപോലത്തെ ഒരു സ്പോട്ടാണ്. ഇവിടെയൊക്കെ റെസ്റ്റ് ചെയ്യാനിരിക്കാം. ഇതുപോലെ മഴയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെ ഇരിക്കാം. കുറേ പേരൊക്കെ ഇവിടെ മറ്റേ തീ കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊള്ളി കാര്യങ്ങളൊക്കെ ഇപ്പം ഉണ്ട്, കണ്ടില്ലേ. ഇവിടെ കുറേ ഇതുണ്ട് കേട്ടോ. അതായത് ഇതൊരു എന്താ പറയുക, കല്ലറകളുണ്ട് ഇവിടെ ഇഷ്ടംമാതിരി. ഇഷ്ടംമാതിരി ആൾക്കാർ അടുക്കിയേക്കണ കല്ലറയുണ്ട് പണ്ട് വെച്ചേക്കണം. അതും ഈ റോഡ് സൈഡിൽ തന്നെയാണ് കല്ലറകൾ കാര്യങ്ങൾ ഇവർ സെറ്റ് ചെയ്തേക്കണം കേട്ടോ.